സ്റ്റാർട്ട് ചെയ്താൽ മതി. സൈഡ് ഇനി ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ക്ലച്ച് മുഴുവൻ പിടി. ഗിയർ ബാക്കിലോട്ട് ഒരിക്കലും. അപ്പോൾ ആ കാലം തറ വെച്ചോ മതി. ക്ലച്ച് വിടരുതേ. ഇനി ഈ കാലം തറ പോയി. ഈ കാലം തറ പോയി. ആ കാലത്ത് മുകളിൽ ബ്രേക്കിൻ്റെ മുകളിൽ പോയി. ആ ഫുഡ് റെസ്റ്റ് കാലം വെച്ചിട്ട് ബ്രേക്കിൻ്റെ വെച്ചോ. ഓക്കെ അല്ലേ? ആ മക്കളെ അത് ബ്രേക്ക്, ഫ്രണ്ടിൽ ബ്രേക്ക്. ഫുഡ് റെസ്റ്റ് നീ കാല് വെച്ചിരിക്കണം. നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലച്ച് മുഴുവൻ പിടിച്ചിട്ട് ബ്രേക്കിന് അമർത്തണം. ഓക്കെ ശരി. ഇപ്പം ബ്രേക്കിൽ നീ ചവിട്ടുണ്ടോ? ഓക്കെ ശരി. ക്ലച്ചിനെ പതുക്കെ 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 റിലീസ് ചെയ്ത് അവിടെ ഹോൾഡ് ചെയ്യും. ഹാഫ് ക്ലച്ച്. ഇനി പതുക്കെ ആക്സിലേറ്റർ ബ്രേക്ക് ചവിട്ടരുത്. പതുക്കെ 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 അങ്ങോട്ട് വളച്ചോ. മക്കളെ ദൂരെ നോക്ക്. മക്കളെ ദൂരെ നോക്ക്. ദൂരെ നോക്ക്. അങ്ങ് നോക്ക്. എവിടെ? ഇങ്ങോട്ടോ. ക്ലച്ച് മൊത്തം വിട്. വിട്ടോ. റണ്ണിങ്ങിലായി കഴിഞ്ഞാൽ ക്ലച്ചിനൊക്കെ വിടാം. ഇനി ആക്സിൽ കൊടുക്കും. പുറത്തോ പുറത്തോ. കാർ നോക്കി. കാറില്ലാത്ത സ്ഥലത്തിലോട്ട് സ്പീഡ് കുറേ. ക്ലച്ച് മുഴുവൻ പിടി. വലത് രണ്ട് ബ്രേക്ക് വിട്ട് ഇടത് കാലം തറയുന്നു. ഇടത് കാലം തറയുന്നു. ബൈക്കല്ലേ മക്കളെ? ഇനി ഈ കാലം തറയുന്നു. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് വേണമെങ്കിൽ പിടിച്ചോ. ഓക്കെ ക്ലച്ച് വിടരുത്. ക്ലച്ച് വിട്ടാൽ വണ്ടി ഓഫ് ആവും. ശരി ബ്രേക്ക് വിട്. ഹാഫ് ക്ലച്ച് പതുക്കെ പതുക്കെ കൊണ്ടുപോവാ. ഈ കാലത്ത് ബ്രേക്കിൻ്റെ മുകളിൽ ഫുഡ് റെസ്റ്റിൽ പോയി. ബ്രേക്ക് ചവിട്ടണ്ട. ഹാഫ് ക്ലച്ച് കൊണ്ടുപോവാ. മതി മതി മതി. ഇനി പതുക്കെ ഇവിടെ ആക്സിഡൻറ്റ് കൊടുത്തി. നൈസായിട്ട് നൈസായിട്ട്. ദൂരോട്ട് നോക്കുക. അടുത്ത് നോക്കരുത്. ദൂരോട്ട് നോക്കുക. ആ കല്ല് ക്ലച്ച് വിടരുതേ. വളച്ചോ. ക്ലച്ച് പിടി. വലുത് രണ്ട് ബ്രേക്ക് പിടി. ഇടത് കാലം തറയുന്നു. സ്പീഡ് കുറേ. കലവുന്നു. തറയുന്നു. തറയുന്നു. ഓക്കെ ഇനി ആ കാലിൽ തറയുന്നു. വേണമെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചോ. ഓക്കെ ക്ലച്ച് പതുക്കെ വിട്. ഇങ്ങോട്ട് നോക്ക്. നീ എങ്ങോട്ട് പോകണം അങ്ങോട്ട് നോക്ക്. സ്ട്രൈറ്റ് നോക്ക്. ദൂരെ നോക്ക്. ഇനി ആക്സിൽ കൊടുത്തോ. ക്ലച്ച് വിട്. ക്ലച്ച് വിട്. ഇങ്ങോട്ട് ഒതുങ്ങുക. ക്ലച്ച് മുഴുവൻ പിടി. ബ്രേക്ക് പിടി. ഇടത് കാലം തറയുന്നു. ഓക്കെ ഇനി വേണമെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചോ. ക്ലച്ച് വിടരുത്. ക്ലച്ച് പിടിച്ചോ. ക്ലച്ച് പിടിച്ചോ. ഓക്കെ വീണ്ടും എന്ത് ചെയ്യണം? നിർത്തി എടുക്കുമ്പോൾ എല്ലാം ക്ലച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അപ്പോൾ വീണ്ടും ഫസ്റ്റ് ഗിയർ ആയതുകൊണ്ട് ഗിയർ അവിടെ കുറയ്ക്കണ്ട. നമ്മൾ സെക്കൻഡിലോ തേർഡിലോ ഫോർത്തിലോ പറഞ്ഞെങ്കിൽ ഗിയർ കുറച്ചിട്ടേ വണ്ടി എടുക്കാം. ഫസ്റ്റ് ഇട്ടിട്ട് എടുക്കാം. ശരി ഹാഫ് ക്ലച്ചോ മതി. ഹോൾഡ് ചെയ്യും. ദൂരോട്ട് നോക്ക്. പതുക്കെ ആക്സിൽ കൊടുക്കും. ഇപ്പം എന്ത് സംഭവിച്ചു? മക്കൾ ആക്സിഡന്റ് കൊടുത്ത് ഹാഫ് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ആക്സിഡന്റ് കുറച്ച് കൊടുത്തു. ഓക്കെ ഹാഫ് ക്ലച്ച് ആയിരുന്നു. നീ ആക്സിഡന്റ് കൊടുത്ത് വണ്ടി എടുത്തതും ഇവിടെ ക്ലച്ച് റിലീസ് ചെയ്തല്ലോ. അപ്പോൾ ആക്സിഡന്റ് കുറച്ചത് കൊണ്ടുമാണ് വണ്ടി ഓഫായി പോയത്. എന്നാൽ നീ ഉടനെ എന്ത് ചെയ്യണമായിരുന്നു? ക്ലച്ചിന് തിരിച്ച് അകത്തോട്ട് പിടിക്കണമായിരുന്നു. അപ്പോൾ വണ്ടി ഓഫ് ആവില്ലായിരുന്നു. ഈ ഓഫ് ആക്കണ്ട. നീ സെൽഫ് ഫുഡ് ന്യൂട്രാക്ക്. ആദ്യം ക്ലച്ച് പിടിച്ച് ന്യൂട്രാക്ക്. ക്ലച്ച് പിടി. ഫ്രണ്ടിലോട്ട്. സെൽഫ് ഫുഡ്. ഫസ്റ്റ് ഗിയർ. ഇനി ഹാഫ് ക്ലച്ച്. മതി മതി. ഹോൾഡ് ചെയ്യും. പതുക്കെ ആക്സിൽ കൊടുക്കും. ഇങ്ങോട്ട് പോകാം. ദൂരോട്ട് പോകാം. ക്ലച്ച് വിട്. ക്ലച്ച് വിട്. ക്ലച്ച് വിട്. വളച്ചു വാ. വളച്ചു വാ. അവിടെ തന്നെ ഫുൾ ഓടി. ക്ലച്ച് മുഴുവൻ പിടി. ബ്രേക്ക് പിടി. ഇടത് കാലം തറയുന്നു. ഇടത് കാലം തറയുന്നു.